ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സഹോദരി സഹോദരന്മാരെ, വചനം തിരുവചനം ശുശ്രൂഷയിൽ ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം ഒരു പുതിയ സൃഷ്ടിയാകുക എന്നതാണ് പരമപ്രധാനമായ കാര്യം. ദൈവത്തിൻ്റെ വചനം ഗലാത്യ ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യം പറയുന്നു, പരിച്ഛേദന കർമ്മം നടത്തുന്നതിലോ നടത്താതിരിക്കുന്നതിലോ കാര്യമില്ല, ഒരു പുതിയ സൃഷ്ടിയാകുക എന്നതാണ് പരമപ്രധാനം. ഹല്ലേലൂയ. പുതിയ നിയമത്തിൻ്റെ മുഴുവൻ വ്യവസ്ഥകളും നമ്മളെ കൊണ്ടുപോകുന്നത് ബാഹ്യമായ ആചാര അനുഷ്ഠാനങ്ങളിലേക്കല്ല. പുതിയ സൃഷ്ടിയാകുക എന്ന് പറയുന്ന ഹൃദയത്തിൻ്റെ മാറ്റത്തിലേക്കാണ്, ഹൃദയത്തിൻ്റെ രൂപാന്തരീകരണത്തിലേക്കാണ്, ഉള്ളിൽ നടക്കുന്ന മാറ്റത്തിലേക്കാണ് പുതിയ നിയമം നമ്മളെ കൊണ്ടുപോകുന്നത്. പഴയ നിയമത്തിൽ ആയിരക്കണക്കിന് കാളകളെ വെട്ടി രക്തമൊഴുക്കുന്നു, 10,000-കണക്കിന് ആടുകളെ വെട്ടി രക്തപ്പുഴ തന്നെ ഒഴുക്കുന്നു. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്ത ആരാധന രീതികളും വിധികളും എല്ലാം പഴയ നിയമത്തിൽ കാണുമ്പോൾ, പുതിയ നിയമത്തിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ കാണുന്നത് യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് കടന്നു വന്ന് കുരിശിൽ മരിച്ച് രക്തം ചിന്തി ഉത്ഥാനം ചെയ്തതിന് ശേഷം സ്വർഗാരോഹണം ചെയ്തു. അവിടുന്ന് വീണ്ടും പരിശുദ്ധാത്മാവിലൂടെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ഇറങ്ങി വന്ന് നമ്മുടെ ഉള്ളിൽ നിറഞ്ഞു നിന്നുകൊണ്ട് നമ്മെ രൂപാന്തരപ്പെടുത്തി ദൈവമക്കളുടെ പദവിയിലേക്ക് ഉയർത്തി അഭിഷേകത്തിൻ്റെ ജീവിതത്തിലേക്ക് നമ്മളെ കൊണ്ടുവരുന്നതാണ് പുതിയ നിയമത്തിൻ്റെ കാതൽ. അതുകൊണ്ടാണ് കർത്താവിൻ്റെ വചനം പറയുന്നത്, അത് ചെയ്യുന്നതിലോ ഇത് ചെയ്യുന്നതിലോ അല്ല കാര്യം, ഒരു പുതിയ സൃഷ്ടിയാകുക എന്നതാണ് പരമപ്രധാനമായ കാര്യം. ഇന്നലെ വരെ ഉണ്ടായിരുന്ന എൻ്റെ പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റി, ഇന്നലെ വരെ ഉണ്ടായിരുന്ന എൻ്റെ ജഡിക മനുഷ്യനെ കുരിശിൽ തറച്ച്, ഇന്നലെ വരെ ഉണ്ടായിരുന്ന ലോകത്തിൻ്റെ മനുഷ്യനെ കർത്താവിനോടൊപ്പം അടക്കം ചെയ്ത് ഉയർത്തെഴുന്നേറ്റ് യേശുവിനോടൊപ്പം ഒരു പുതിയ സൃഷ്ടിയായി തീരുക എന്നതാണ് പരമപ്രധാനം. നമുക്ക് പറ്റുന്ന അബദ്ധം, മനുഷ്യർക്ക് പറ്റുന്ന അബദ്ധം എന്താണെന്നറിയാവോ? നമ്മൾ ചക്ക പഴം ഉണ്ടാകട്ടെ എന്ന് മാവിനോട് കൽപ്പിക്കുക. നമ്മൾ മാവിൻ്റെ മുൻപിൽ ചെന്ന് നിന്നിട്ടൊരു പ്രസംഗം നടത്തിയിട്ട് പറയണം, മാവേ എൻ്റെ 2 മണിക്കൂർ നീണ്ട പ്രസംഗം കേട്ടല്ലോ, എൻ്റെ പ്രസംഗത്തിലെ പോയിന്റുകളെല്ലാം കേട്ടല്ലോ, അതുകൊണ്ട് എൻ്റെ പ്രസംഗം കേട്ട നീ ഇപ്പോൾ മുതൽ ചെയ്യേണ്ടത് എൻ്റെ പ്രസംഗത്തിൽ കേട്ട കാര്യം നീ അനുസരിക്കണം, എന്നിട്ട് നീ നാളെ മുതൽ ചക്കപ്പഴത്തെ ഉണ്ടാക്കി തരണം. മാവ് അകത്തുനിന്ന് സങ്കടത്തോടെ നമ്മളെ നോക്കി പറയും, ചേട്ടൻ പ്രസംഗിച്ച കാര്യമൊക്കെ എനിക്ക് നേരത്തെ ചേട്ടൻ പ്രസംഗിക്കുന്നതിന് മുമ്പ് തന്നെ അറിയാം. പക്ഷെ എൻ്റെ പ്രശ്നമെന്ന് പറയുന്നത് എൻ്റെ ഉള്ളിലുള്ളത് മാവിൻ്റെ ജീവനാണ്. മാവിൻ്റെ ജീവൻ എൻ്റെ ഉള്ളിലുള്ളതിനാൽ എന്നിൽ നിന്നും പുറത്തേക്ക് വരുന്നത് മാങ്ങയായിരിക്കും. എത്ര നല്ല പ്രസംഗം കേട്ടാലും ചക്ക ഉണ്ടാക്കൂ എന്ന് ചേട്ടൻ അലറിക്കൂവി പ്രസംഗിച്ചാലും, ചേട്ടൻ അത് ഏറ്റവും മനോഹരമായ ഭാഷയിലൂടെ അലങ്കാര പ്രയോഗങ്ങളിൽ പ്രസംഗിച്ച് കേൾപ്പിച്ചാലും, ചേട്ടനത് ഇടിവെട്ടി പ്രസംഗിച്ചാലും സോഫ്റ്റായിട്ട് പ്രസംഗിച്ചാലും എന്നെ കൊണ്ട് പറ്റുകയില്ല. കാരണം എൻ്റെ ഉള്ളിലുള്ളത് മാവിൻ്റെ ജീവനാണ്. മാവിൻ്റെ ജീവൻ എന്നിൽ ഉള്ളിടത്തോളം കാലം മാവിൻ്റെ ജീവൻ മൂലമുണ്ടാകുന്ന മാങ്ങ മാത്രമേ ഉണ്ടാക്കാൻ പറ്റൂ. പ്രിയപ്പെട്ടവരെ, ലോകത്തിൽ മനുഷ്യരെ നന്നായിട്ട് ഉപദേശിക്കുന്ന അനേകരുണ്ട്, അനേക സിസ്റ്റങ്ങൾ തന്നെയുണ്ട്. പക്ഷെ ഇവർക്കെല്ലാം പറ്റുന്നൊരു തെറ്റ് ഞാൻ ഇപ്പോൾ പറഞ്ഞ കാര്യമാണ്. പാപിയായ മനുഷ്യൻ്റെ മുൻപിൽ ചെന്ന് നിന്നിട്ട് വിശുദ്ധനാകൂ എന്ന് പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് പ്രശ്നം. പാപത്തിൻ്റെ മരണം മൂലം സംഭവിച്ച ഇരുട്ട്, പാപത്തിൻ്റെ മരണം മൂലം സംഭവിച്ച തകർച്ച, ഒന്നുമില്ലായ്മ, നഷ്ടപ്പെട്ടു പോയ അവസ്ഥ, അന്ധകാരത്താൽ ആവൃതമാക്കപ്പെട്ട അവസ്ഥ, ഈ അവസ്ഥയിൽ കഴിയുന്ന മനുഷ്യനോട് നീ നാളെ മുതൽ എല്ലാവരെയും സ്നേഹിക്കണം, നീ എല്ലാവരോടും ക്ഷമിക്കണം, നീ സോഫ്റ്റായിട്ട് സംസാരിക്കണം, നീ കണ്ണുകളെ നിയന്ത്രിക്കണം, നീ കാതുകളെ നിയന്ത്രിക്കണം, നീ സംസാരത്തിൽ തെറ്റുവരാതിരിക്കാൻ സൂക്ഷിക്കണം എന്നെല്ലാം പറയുമ്പോൾ പാവം മനുഷ്യൻ നിസ്സഹായനായി മിഴിച്ചു നിൽക്കുകയാണ്. റോമാലേഖനം 7-ാം അധ്യായത്തിൻ്റെ 18 പറയുന്നു, ആഗ്രഹിക്കുന്ന നന്മ എനിക്ക് പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ല, ആഗ്രഹിക്കാത്ത തിന്മ ഞാൻ പ്രവർത്തിച്ചു പോകുന്നു. എനിക്ക് പറ്റുന്നില്ല. ഏത് പ്രസംഗം കേട്ടാലും എനിക്ക് പ്രസംഗത്തിൽ കേട്ട കാര്യം അനുസരിക്കാൻ സാധിക്കാതെ ഞാൻ ദുർഭകനായ മനുഷ്യനായി വേദനിക്കുന്നുവെന്ന് പൗലോസ്ലീഹ ഒരു മനുഷ്യൻ്റെ അവസ്ഥയെപ്പറ്റി പറഞ്ഞിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇവിടെ ചെയ്യേണ്ട ഒറ്റ കാര്യമേ ഉള്ളൂ. നമ്മൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം ഇതാണ്. നമുക്ക് ചക്കപ്പഴം വേണമെങ്കിൽ ചക്കയുടെ ജീവൻ, പ്ലാവിൻ്റെ ജീവൻ ആ വൃക്ഷത്തിൽ ഉണ്ടാകണം. ഏത് വൃക്ഷത്തിലാണോ പ്ലാവിൻ്റെ ജീവനുള്ളത് ആ വൃക്ഷം
ചക്കപ്പഴത്തെ ഉണ്ടാക്കുന്നു. ഏത് മരത്തിലാണോ മാവിൻ്റെ ജീവനുള്ളത് അവിടെ നിന്നും മാങ്ങ വരുന്നു. ആപ്പിളിൻ്റെ ജീവനുള്ള മരം ആപ്പിളിനെ നമുക്ക് നൽകുന്നു. മുന്തിരിയുടെ ജീവനുള്ള മരം മുന്തിരിങ്ങയെ തരുന്നു. എല്ലാം അറിയുന്ന ദൈവം നമ്മുടെ പ്രശ്നത്തിന് പരിഹാരം കാണുകയാണ്. പാപം മൂലം മരിച്ചുപോയ മനുഷ്യന് തൻ്റെ സ്വന്തം ജീവൻ പകർന്നു കൊടുത്തുകൊണ്ട്, ദൈവത്തിൻ്റെ ജീവൻ നമ്മുടെ ഉള്ളിലാക്കിക്കൊണ്ട്, ദൈവത്തിൻ്റെ ജീവൻ നമുക്ക് ഇംപാർട്ടേഷൻ നൽകിക്കൊണ്ട്, ദൈവത്തിൻ്റെ ജീവൻ നമ്മുടെ ഉള്ളിലാക്കി വെച്ചുകൊണ്ട് ദൈവത്തിൻ്റെ സ്വഭാവം പുറപ്പെടുവിക്കുന്നവരാക്കി മാറ്റുക എന്ന് പറയുന്ന അത്ഭുതകരമായ ഒരു പ്രവൃത്തി ദൈവം ചെയ്യുകയാണ്. ഇതിനെയാണ് പുതിയ സൃഷ്ടിയാവുക എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ഇത് സംഭവിക്കാത്തിടത്തോളം കാലം പ്രിയപ്പെട്ടവരെ, നമ്മൾ തലകുത്തി മറിഞ്ഞാലും നമ്മുടെ ഹൃദയത്തെ നമുക്ക് മാറ്റാൻ പറ്റുകയില്ല. നമ്മുടെ പെരുമാറ്റം മാറുമായിരിക്കും. നമ്മൾ കുറേയൊക്കെ പുറത്ത് മാന്യന്മാരായിട്ട് പെരുമാറുമായിരിക്കും, അല്ലെങ്കിൽ ധാർമ്മികതയുള്ളവരായി മാറുമായിരിക്കും, അഭിനയിക്കുമായിരിക്കും, വിശുദ്ധി അഭിനയിച്ച് കാണിക്കുമായിരിക്കും. പക്ഷേ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നമുക്കൊന്നും ചെയ്യാനായിട്ട് പറ്റുകയില്ല. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 3-ാമത്തെ തിരുവചനത്തിൽ ദൈവപുത്രനായ യേശു സ്വർഗം വിട്ടിറങ്ങിവന്ന സാക്ഷാൽ ദൈവം, മനുഷ്യന്റെ പ്രശ്നങ്ങൾ നന്നായിട്ട് അറിയാവുന്ന ദൈവം, മനുഷ്യന്റെ പ്രോബ്ലം എന്താണെന്ന് കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞ ദൈവം നിക്കോദെമൂസിനോട് പറയുന്നുണ്ട്, നിക്കോദെമൂസേ, നീ നിന്റെ ഏത് മതപരമായ ആചാര അനുഷ്ഠാനങ്ങൾ നിർവഹിച്ചാലും നിന്റെ ഹൃദയം മാറാൻ പോകുന്നില്ല. നിക്കോദെമൂസേ, നീ എന്തെല്ലാം വേലത്തരങ്ങൾ കാണിച്ചാലും നിന്റെ പെരുമാറ്റം മാറുമായിരിക്കും, പക്ഷെ നിന്റെ ഹൃദയത്തിന് മാറ്റം വരത്തില്ല. നീ വീണ്ടും ജനിച്ചില്ല എങ്കിൽ നിനക്ക് ദൈവരാജ്യം കാണാൻ കഴിയുകയില്ല. വീണ്ടും ജനിച്ചില്ല എങ്കിൽ, മറ്റൊരു ജനനം നീ പ്രാപിച്ചില്ല എങ്കിൽ, ഉന്നതത്തിൽ നിന്നൊരു ജനനം നിന്റെ ഉള്ളിൽ സംഭവിച്ചില്ല എങ്കിൽ നിനക്ക് ദൈവരാജ്യം കാണാൻ പറ്റുകയില്ല, ദൈവരാജ്യം അനുഭവിക്കാൻ പറ്റുകയില്ല. ദൈവരാജ്യത്തെക്കുറിച്ചുള്ള പ്രസംഗങ്ങൾ നിനക്ക് ഇഷ്ടം പോലെ കേൾക്കാൻ പറ്റുമായിരിക്കാം, ദൈവരാജ്യത്തെക്കുറിച്ചുള്ള പുസ്തകങ്ങൾ വായിച്ച് അറിവ് വർദ്ധിപ്പിക്കാമായിരിക്കും, പക്ഷെ നീ ദൈവരാജ്യം അനുഭവിക്കുകയില്ല. വീണ്ടും യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യത്തിൽ യേശു പറഞ്ഞു, ജലത്താലും ആത്മാവിനാലും ഒരുവൻ വീണ്ടും ജനിക്കുന്നില്ല എങ്കിൽ അവന് ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ സാധിക്കുകയില്ല. വീണ്ടും യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യത്തിൽ യേശു പറഞ്ഞു, ഞാൻ വീണ്ടും ജനിക്കണമെന്ന് നിന്നോട് പറഞ്ഞതുകൊണ്ട് നീ വിസ്മയിക്കേണ്ട, നീ അത്ഭുതപ്പെടേണ്ട, നീ ഞെട്ടിപ്പോകേണ്ട. ഇതെന്തോ ഇടിപെട്ട് കാര്യമാണെന്ന് കേട്ട് നീ ഞെട്ടി വിറയ്ക്കേണ്ട കാര്യമില്ല. ഞാൻ പറഞ്ഞത് സ്വർഗത്തെ സംബന്ധിച്ചിടത്തോളം തികച്ചും സ്വാഭാവികമായ ഒരു കാര്യം മാത്രമാണ്. ഈശോയിൽ പ്രിയപ്പെട്ട മക്കളെ, തളർന്നു കിടക്കുന്ന ഒരു മനുഷ്യന്റെ മുമ്പിൽ ചെന്ന് നിന്ന് ലെഫ്റ്റ് റൈറ്റ്, ഇടത് കാൽ വലത് കാൽ, ഇടത് കൈ വലത് കൈ എന്ന് പറഞ്ഞ് നമ്മൾ ആട്ടിക്കാണിച്ചിട്ട് നടക്കാൻ പറഞ്ഞാൽ ആ പാവപ്പെട്ട മനുഷ്യൻ അവിടെ കിടന്ന് കരയത്തേ ഉള്ളൂ. കാരണം അവന് നമ്മൾ പറയുന്ന കാര്യമെല്ലാം മനസ്സിലാകുന്നുണ്ട്, ഇടത് കൈ വലത് കൈ എന്നൊക്കെ പറയുന്നത് മനസ്സിലാകുന്നുണ്ട്. പക്ഷേ അവൻ അവസാനം നമ്മളോട് പറയുന്നുണ്ട്, ചേട്ടൻ്റെ പ്രസംഗവും ക്ലാസ്സും എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ, പക്ഷെ ഒരു പ്രശ്നമുണ്ട്. ചേട്ടൻ ഇത് പറയാൻ എളുപ്പമാണ്, കാരണം ചേട്ടനിൽ മനുഷ്യന്റെ ജീവൻ കുടികൊള്ളുന്നതിനാൽ, ആരോഗ്യമുള്ളതിനാൽ, ജീവനുള്ളതിനാൽ ചേട്ടന് നടക്കാൻ പറ്റുന്നു, നമുക്ക് നടക്കാൻ പറ്റുന്നില്ല. പ്രിയപ്പെട്ടവരെ, ആ മനുഷ്യൻ പറയാണ്, എന്നെ കൊണ്ടിത് പറ്റുന്നില്ല, കാരണം എൻ്റെ ഉള്ളിൽ ജീവന്റെ കുറവുണ്ട്. പക്ഷിയുടെ ഉള്ളിൽ പക്ഷിയുടെ ജീവനുള്ളതിനാൽ പക്ഷിക്ക് പറക്കാൻ പറ്റുന്നു. മത്സ്യത്തിൻ്റെ ഉള്ളിൽ മത്സ്യത്തിൻ്റെ ജീവനുള്ളതിനാൽ മത്സ്യത്തിന് നീന്താൻ പറ്റുന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് എങ്ങനെയാണ് ദൈവിക സ്വഭാവം പുറപ്പെടുവിക്കാൻ പറ്റുന്നത്? അതിന് ദൈവം നമുക്ക് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വഴി എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലായി ദൈവത്തിൻ്റെ ജീവൻ ആക്കി വയ്ക്കുക എന്നുള്ളതാണ്. പുരുഷനിൽ നിന്നും സ്ത്രീയിൽ നിന്നും ഒരു കുഞ്ഞു രൂപം കൊള്ളുന്നത് പോലെ ദൈവത്തിൻ്റെ വചനവും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവും ഒരു മനുഷ്യനിൽ ഒരുമിച്ച് പ്രവർത്തിക്കത്തക്കവണ്ണം ഒരു മനുഷ്യൻ തൻ്റെ ഹൃദയത്തെ ദൈവത്തിൻ്റെ മുമ്പിൽ തുറന്നു കൊടുക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനവും പരിശുദ്ധാത്മാവും ഒരുപോലെ കടന്നു വന്ന മനുഷ്യൻ്റെ ഹൃദയത്തിൽ രൂപാന്തരപ്പെടുത്തുന്നതിനെയാണ് പുതിയ സൃഷ്ടിയാവുക എന്ന് പറയുന്നത്. 1 പത്രോസ് 1:21 നമ്മൾ വായിക്കുന്നുണ്ട്. 21, 22, 23 വാക്യങ്ങൾ നിങ്ങൾ വായിച്ചു കൊള്ളുക. നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നത് നശ്വരമായ ബീജത്താൽ അല്ല. നശ്വരമായ ബീജത്താൽ ജനിക്കുന്നത് മനുഷ്യനാണ്. മനുഷ്യൻ ജനിച്ചു വീഴുന്നത് നശ്വരമായ ബീജത്തിൽ നിന്നും നശ്വരമായ അണ്ഡത്തിൽ നിന്നുമാണെന്ന് നമുക്കറിയാം. ഇവിടെ കർത്താവിൻ്റെ വചനം പറയാണ്, നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നത് നശ്വരമായ ബീജത്തിൽ നിന്നല്ല, അനശ്വരമായ ബീജത്തിൽ നിന്നാണ്, സജീവവും സനാതനവുമായ ദൈവവചനത്തിൽ നിന്ന്. ഹല്ലേലൂയ, ഗ്ലോറി ടു ഗോഡ്. ദൈവവചനത്തിൽ നിന്ന്,
ദൈവവചനത്തെ സ്വർഗത്തിൻ്റെ ബീജമായിട്ടാണ് ഇവിടെ ദൈവത്തിൻ്റെ വചനം കാണിച്ചു തരുന്നത്. സ്വർഗത്തിലെ പിതാവ് നമ്മളെ വീണ്ടും ജനിപ്പിക്കാൻ ഈ ലോകത്തിലേക്ക് അയച്ചു തരുന്ന സ്വർഗീയ ബീജമാണ് ദൈവത്തിൻ്റെ വചനം. നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നത് അനശ്വരമായ ബീജത്താലാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 63-ാമത്തെ വചനത്തിൽ യേശു പറഞ്ഞു, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല, ആത്മാവാണ് ജീവൻ നൽകുന്നത്. ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ശരീരത്തിൽ നിന്നും ജനിച്ച മനുഷ്യന് ദൈവിക കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിവില്ല. ശരീരത്തിൽ നിന്ന് ജനിച്ച ശാരീരിക മനുഷ്യന്, ജഡിക മനുഷ്യന് ആത്മാവിൻ്റെ സത്യങ്ങളെ ഉൾക്കൊള്ളാൻ പറ്റുകയില്ല. അവൻ ആത്മാവിൻ്റെ കാര്യങ്ങളെ തൊടാൻ പറ്റുകയില്ല, ആത്മാവിൻ്റെ കാര്യങ്ങളെ രുചിക്കാൻ പറ്റുകയില്ല, ആത്മാവിൻ്റെ കാര്യങ്ങളെ അനുഭവിക്കാൻ പറ്റുകയില്ല. ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല, ആത്മാവാണ് ജീവൻ നൽകുന്നത്. ദൈവത്തിൻ്റെ ആത്മാവ്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു വശത്തും ദൈവത്തിൻ്റെ വചനം മറുവശത്തും ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ ഹൃദയം രൂപാന്തരപ്പെടുന്നു. ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ നടക്കുന്നു, നമുക്കൊരു പുതിയ ഹൃദയം കിട്ടുന്നു, നമ്മൾ ഒരു പുതിയ സൃഷ്ടിയാകുന്നു. പാപം മൂലം മരിച്ചു പോയവനാണ് മനുഷ്യൻ. ആദ്യ മനുഷ്യൻ പാപം ചെയ്തപ്പോൾ മനുഷ്യവർഗം മുഴുവൻ നശിച്ചു. ഒരു ബസ് കൊക്കയിലേക്ക് മറിയുമ്പോൾ ആ ബസിൻ്റെ അകത്തുണ്ടായിരുന്ന മുഴുവൻ ആളുകളും മരിക്കുന്നത് പോലെ, ഡ്രൈവറിൻ്റെ തെറ്റുമൂലം ഒരു ബസ് കൊക്കയിലേക്ക് മറിയുമ്പോൾ ആ ബസിൻ്റെ അകത്തുണ്ടായിരുന്ന ഒരു തെറ്റും ചെയ്യാത്ത 45 പേരും കൊക്കയിലേക്ക് വീണ് മരിക്കുന്നത് പോലെ മനുഷ്യവർഗത്തെ മുഴുവൻ കൊക്കയിലേക്ക് തള്ളിയിട്ടവനാണ് ആദം. ആദത്തിൻ്റെ ശ്രദ്ധക്കുറവ് മൂലം മനുഷ്യവർഗം എന്ന് പറയുന്ന ബസ് ഒരു കൊക്കയിലേക്ക് മറിഞ്ഞു. മനുഷ്യവർഗം മുഴുവൻ മരിച്ചുപോയി. പാപത്താൽ മരണം പ്രാപിച്ച മനുഷ്യനെ ഉയർപ്പിക്കാൻ വേണ്ടി യേശുക്രിസ്തു കടന്നു വന്നു. പ്രിയപ്പെട്ടവരെ, വീണ്ടും ജനിക്കുക എന്നുള്ളതിൻ്റെ മറ്റൊരു പേരാണ് പുനരുത്ഥാനം. മരിച്ചുപോയ ലാസറിനോട് യേശു കൽപ്പിച്ചു, ലാസറേ പുറത്തു വരിക, ലാസറസ് കം ഫോർത്ത്. യേശുവിൻ്റെ വചനം കേട്ടപ്പോൾ ചീഞ്ഞളിഞ്ഞു പോയ ലാസർ പുറത്തു വന്നു. എന്നാൽ അവൻ്റെ മുഖം തുണി കൊണ്ട് മൂടപ്പെട്ടിരുന്നു, കൈകളും കാലുകളും നാട കൊണ്ട് ആവരണം ചെയ്യപ്പെട്ടിരുന്നു, കെട്ടപ്പെട്ടിരുന്നു. അവൻ്റെ കെട്ടുകൾ അഴിക്കുവനവൻ നടന്നു പോകട്ടെ എന്ന് യേശു പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഇതാണ് പുതിയ സൃഷ്ടിയാവുക എന്നതിൽ സംഭവിക്കുന്നത്. ദൈവത്തിൻ്റെ വചനവും പരിശുദ്ധാത്മാവും നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ നമ്മൾ പുതിയ സൃഷ്ടിയാകുന്നു. പക്ഷേ പഴയ മനുഷ്യൻ്റെ പല കെട്ടുകളും നമ്മുടെ പുറത്തുണ്ട്. അത് പിന്നീടുള്ള ആത്മീയ ശുശ്രൂഷകളിലൂടെ കെട്ടുകൾ ഓരോന്നായിട്ട് അഴിയാൻ തുടങ്ങുന്നു. അഭിഷേകമുള്ള പ്രെയർ ഗ്രൂപ്പിൽ പങ്കെടുക്കുമ്പോൾ, അഭിഷേകമുള്ള ധ്യാനങ്ങളിൽ പങ്കെടുക്കുമ്പോൾ, അഭിഷേകമുള്ള ശുശ്രൂഷകളിൽ പങ്കെടുക്കുമ്പോൾ ലാസറിൻ്റെ കെട്ടുകൾ അഴിഞ്ഞതുപോലെ നമ്മുടെ കെട്ടുകളും അഴിയുന്നു. പാപം മൂലം തകർന്നു പോയ മനുഷ്യൻ്റെ അവസ്ഥയെ എഫേസുകാർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് വ്യക്തമായി എഴുതി വച്ചിരിക്കുന്നു. അതിങ്ങനെയാണ് അവിടെ വചനം പറയുന്നത്, അപരാധങ്ങളും പാപങ്ങളും മൂലം ഒരിക്കൽ നിങ്ങൾ മൃതരായിരുന്നു. അന്ന് ഈ ലോകത്തിൻ്റെ ഗതി പിന്തുടർന്നും അനുസരണക്കേടിൻ്റെ മക്കളിൽ പ്രവർത്തിക്കുന്ന അരൂപിയായ അന്തരീക്ഷ ശക്തികളുടെ അതീശനെ അനുസരിച്ചുമാണ് നിങ്ങൾ ജീവിച്ചിരുന്നത്. അനുസരണക്കേടിൻ്റെ കാലഘട്ടത്തിൽ നിങ്ങളും ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും അഭിലാഷങ്ങൾ സാധിച്ചുകൊണ്ട് ജഡമോഹങ്ങളിൽ ജീവിച്ചു. നമ്മളും സ്വഭാവേന ക്രോധത്തിൻ്റെ മക്കളായിരുന്നു. എന്നാൽ നമ്മൾ പാപം വഴി മരിച്ചവരായിരുന്നിട്ടും കരുണാസമ്പന്നനായ ദൈവം നമ്മോട് കാണിച്ച മഹത്തായ കാരുണ്യത്താൽ യേശുവിനോടുകൂടി അവിടെ നമ്മളെ ജീവിപ്പിച്ചു. കൃപയാൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കൃപയാൽ, ദൈവത്തിന്റെ കരുണയാൽ നിങ്ങൾ പുതിയ സൃഷ്ടികളായി മാറി. നിങ്ങളിലേക്ക് ദൈവത്തിന്റെ ജീവൻ കടന്നു വന്നു. ലോകത്തിലെ എല്ലാ മനുഷ്യരെയും പോലെ പാപത്തിൽ നമ്മളും മരിച്ചവരായിരുന്നു. പക്ഷേ കരുണാസമ്പന്നനായ ദൈവം നമ്മളെ ഉയർപ്പിച്ചു. നമ്മുടെ ഉള്ളിൽ യേശുക്രിസ്തുവിന്റെ ഉയർപ്പിന്റെ ജീവൻ തന്നു. നമ്മുടെ ഉള്ളിൽ ഇന്നൊരു ജീവൻ തുടിക്കുന്നുണ്ട്. ദൈവത്തിന്റെ ജീവൻ, ദൈവത്തിന്റെ ജീവൻ. The life of God. I have come to give you life and life more abundantly. ഞാൻ വന്നിരിക്കുന്നത് ജീവൻ ഉണ്ടാകാനും അത് സമൃദ്ധമായി, അത് സമൃദ്ധമായി, അത് സമൃദ്ധമായി ഉണ്ടാകാനും. നമ്മുടെ ഉള്ളിൽ ദൈവം തൻ്റെ ജീവൻ നിറയ്ക്കുന്നു. നമ്മുടെ ഓരോ പ്രാർത്ഥനാ വേളകളിലും യേശുവിൻ്റെ ജീവൻ നമ്മളിൽ നിറയുന്നു. ഓരോ വിശുദ്ധ കുർബാനയിലും യേശുവിൻ്റെ ജീവൻ നമ്മിൽ നിറയുന്നു. ഓരോ വചന വായനയിലും യേശുവിൻ്റെ ജീവൻ നമ്മിൽ നിറയുന്നു. ഓരോ ജപമാലയിലും കരണക്കുന്തയിലും യേശുവിൻ്റെ ജീവൻ നമ്മളിൽ നിറയുന്നു. ഹല്ലേലൂയ പാടുമ്പോൾ യേശുവിൻ്റെ ജീവൻ നമ്മളിൽ നിറയുന്നു. ദൈവത്തെ ആരാധിക്കുമ്പോൾ യേശുവിൻ്റെ ജീവൻ നമ്മളിൽ നിറയുന്നു. ഈ ജീവൻ വച്ചു മാത്രമേ നമുക്ക് ക്രിസ്തീയ ജീവിതം നയിക്കാനായിട്ട് പറ്റൂ. പ്രിയപ്പെട്ടവരെ, പുതിയ സൃഷ്ടിയാകാതെ നമുക്കൊരിക്കലും സ്വർഗത്തിൻ്റെ ജീവിതം ജീവിക്കാൻ പറ്റില്ല. സ്വർഗത്തിൽ നിന്ന് ജനിക്കാതെ സ്വർഗത്തിൻ്റെ സ്വഭാവം പുറപ്പെടുവിക്കാൻ പറ്റില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആത്മീയത അഭിനയിക്കാൻ പറ്റും, വിശുദ്ധി അഭിനയിക്കാൻ പറ്റും, ബ്രദറേ സിസ്റ്ററേ എന്നൊക്കെ ട്യൂണിട്ട് വിളിക്കാൻ പറ്റും. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ പാപം ചെയ്യും. പുറമേ മാന്യമായി പെരുമാറുന്ന സമയത്തും
ഹൃദയത്തിൻ്റെ ചുണ്ടുകൾ കൊണ്ട് സംസാരിച്ചു കൊണ്ടിരിക്കും. പുറമേ മിണ്ടാതെ കടിച്ചു പിടിച്ച് നടക്കുമ്പോഴും ഹൃദയത്തിൻ്റെ ചുണ്ടുകളിൽ കുറ്റം പറയുകയും വിധിക്കുകയും ചീത്ത പറയുകയും തെറി പറയുകയും പിറുപിറുക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്തുകൊണ്ടിരിക്കും. ഹൃദയത്തിൻ്റെ അധരം സംസാരിച്ചു കൊണ്ടിരിക്കും. മസിൽ പിടുത്തം കൊണ്ട് പുറത്തെ ചുണ്ട് അടച്ചു പിടിക്കാൻ പറ്റും. പ്രിയപ്പെട്ടവരെ, ഇതിൻ്റെ പേര് ആത്മീയതയെന്നല്ല, ഇതിൻ്റെ പേര് അഭിനയമാണ്. പുറത്തെ മനുഷ്യൻ്റെ കൈയടി കിട്ടുമെങ്കിലും ദൈവം ഹൃദയത്തിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിന് ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. ഇതിനെ മാറ്റിക്കളയാനാണ് യേശു ക്രിസ്തു കടന്നു വന്നത്. എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ ഒരു മനുഷ്യൻ പുതിയ സൃഷ്ടിയാകുന്നത്? ദൈവത്തിൻ്റെ വചനം വായിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ചില മനുഷ്യർ പുതിയ സൃഷ്ടികളായി മാറുന്നു. അഗസ്റ്റീനോസ് എന്ന വ്യഭിചാരി, കൊടിയ പാപി, ഒരു ദിവസം ബൈബിൾ എടുത്ത് വായിക്കുമ്പോൾ റോമാക്കാർക്കെഴുതിയ ലേഖനം തുറക്കപ്പെടുകയാണ്. വായിച്ച ഭാഗം ഇങ്ങനെയാണ്: അന്ധകാരത്തിൻ്റെ പ്രവൃത്തികൾ ഉപേക്ഷിച്ച് നമുക്ക് പ്രകാശത്തിൻ്റെ പ്രവൃത്തികളിലേക്ക് തിരിയാം. രാത്രി കഴിയാറായി, പകൽ സമീപിച്ചിരിക്കുന്നു. രാത്രി കഴിയാറായി, പകൽ സമീപിച്ചിരിക്കുന്നു. അതിനാൽ അതിനാൽ നമുക്ക് അന്ധകാരത്തിൻ്റെ പ്രവൃത്തികളെ ഉപേക്ഷിച്ച് പ്രകാശത്തിൻ്റെ ആയുധങ്ങൾ ധരിക്കാം. അശുദ്ധിയിലും സുഖലോലുപതയിലും മദ്യലഹരിയിലും വ്യഭിചാരത്തിലും നിങ്ങൾ കഴിയരുത്. ദൈവമക്കളെ പോലെ ആകുവിൻ. പ്രിയപ്പെട്ടവരെ, ഈ വചനം വായിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് അഗസ്റ്റീനോസിന്റെ മേൽ സ്വർഗം തുറക്കപ്പെട്ട് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം മഴ പോലെ പെയ്യുകയാണ്. തുറന്നു വച്ച ബൈബിളിന്റെ മുമ്പിൽ ഒരു കൊച്ചുകുട്ടിയെ പോലെ ഇരുന്നു കൊണ്ട് വാവിട്ട് നിലവിളിക്കുന്ന അഗസ്റ്റീനോസിന്റെ ശബ്ദം കേട്ട് അമ്മ മോണിക്ക വരുമ്പോൾ ബൈബിൾ മാറോട് ചേർത്ത് പിടിച്ച് എൻ്റെ പിതാവേ, എൻ്റെ പിതാവേ, എൻ്റെ പിതാവേ എന്ന് പറഞ്ഞൊരു കൊച്ചു കുഞ്ഞിനെ പോലെ നിലവിളിക്കുന്ന വ്യഭിചാരിയായ അഗസ്റ്റിനെയാണ് അമ്മ കാണുന്നത്. എന്താണ് സംഭവിച്ചത്? അഗസ്റ്റിൻ ഒരു പുതിയ സൃഷ്ടിയായി മാറി. ഇവിടെ പുറമേയുള്ള ഒരു കാര്യങ്ങളും സംഭവിച്ചിട്ടില്ല. ആചാരാനുഷ്ഠാനങ്ങൾ തെറ്റല്ല, ഞാൻ എപ്പോഴും പറയാറുണ്ട്, തെറ്റല്ല. പക്ഷെ അത് നമ്മളെ യേശു ക്രിസ്തുവിൻ്റെ നിറവിലേക്ക് നയിക്കണം, യേശുവുമായുള്ള വ്യക്തിപരമായ സ്നേഹബന്ധത്തിലേക്ക് നയിക്കണം, പരിശുദ്ധാത്മ അഭിഷേകത്തിലേക്ക് നയിക്കണം. അല്ലെങ്കിൽ അതുകൊണ്ട് പ്രയോജനമില്ല. എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ബിരിയാണിയുടെ ഫോട്ടോ കണ്ടിട്ടുണ്ട്. ബിരിയാണിയുടെ ഫോട്ടോ കാണുന്നതും സാക്ഷാൽ ബിരിയാണി തിന്നുന്നതും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. ബിരിയാണിയുടെ ഫോട്ടോ കാണുമ്പോൾ എന്ത് മനസ്സിലാക്കുന്നു? ബിരിയാണി എന്ന് പറയുന്ന ഒരു ഭക്ഷണ പദാർത്ഥം ഉണ്ട്. നമുക്ക് ചിലപ്പോൾ അതിൻ്റെ ഫോട്ടോ കാണുമ്പോൾ വായിൽ വെള്ളമൊക്കെ വരും. പക്ഷേ നമ്മൾ ആ ബിരിയാണി തിന്നുമ്പോഴാണ് അതിൻ്റെ പ്രയോജനം കിട്ടുന്നത്. ഇതുപോലെ എന്തെല്ലാം കാണിച്ചു കൊണ്ടിരുന്നാലും യേശു ക്രിസ്തുവിനെ നമ്മൾ നിറയ്ക്കുന്നില്ല എങ്കിൽ, യേശു ക്രിസ്തു നമ്മുടെ ഉള്ളിൽ നിറയുന്നില്ല എങ്കിൽ നമ്മൾ വീണ്ടും വീണ്ടും പാപത്താൽ പരാജയപ്പെട്ടുകൊണ്ടിരിക്കും. മതത്തിൻ്റെ എല്ലാ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഏറ്റവും ഭക്തിയോടെ നിർവഹിച്ചു കൊണ്ടിരിക്കുമ്പോഴും പാപത്താൽ തോൽപ്പിക്കപ്പെട്ടവരായി നമ്മൾ തീരും. പ്രിയപ്പെട്ടവരെ, ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾ പരാജയപ്പെട്ടുകൊണ്ടിരിക്കും. ആരോടും പറയാതെ നമ്മൾ പാപം ചെയ്തുകൊണ്ടിരിക്കും. സത്യമല്ലേ ഞാൻ പറയുന്നത്? നിങ്ങൾ ഓരോരുത്തരും നിങ്ങളോട് തന്നെ ചോദിച്ചു നോക്കിയേ, പാപത്താൽ പരാജയപ്പെടുന്ന അവസ്ഥയല്ലേ നമുക്ക്? ഇതിൽ നിന്ന് മാറ്റം കിട്ടുന്നത് നമ്മൾ പുതിയ സൃഷ്ടിയാകുമ്പോഴാണ്. അതിനാദ്യമായിട്ട് സംഭവിക്കുന്നത് ദൈവത്തിൻ്റെ വചനം വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ. പക്ഷെ ഞാൻ ഓർക്കാറുണ്ട്, ചിലരൊക്കെ ബൈബിൾ വായിച്ചിട്ട് ഒന്നും സംഭവിക്കാറില്ല. അതിൻ്റെ കാരണം ആരും ആർക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ടില്ല. ഞാൻ ചെയ്യുന്നൊരു കാര്യമുണ്ട്. ലോകത്തിലെ 750 കോടി ജനങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. എനിക്ക് പേരൊന്നും അറിയത്തില്ല, പക്ഷേ പറയും, കർത്താവേ, 750 കോടി ജനങ്ങൾ യേശുവിൻ്റെ രക്തത്താൽ കഴുകപ്പെട്ട് സ്വർഗത്ത് വരാനിടയായി തീരട്ടെ. ഈ ജനങ്ങളെ മുഴുവൻ എനിക്ക് സ്വർഗത്ത് കാണാനിടയായി തീരട്ടെ. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അഗസ്റ്റീനോസിന് വേണ്ടി അമ്മ വർഷങ്ങളോളം പ്രാർത്ഥിച്ചു. 27 വർഷമാണ് പ്രാർത്ഥിച്ചത്. 27 വർഷത്തെ പ്രാർത്ഥന മുഴുവൻ കൃപയായി ഒഴുകി വന്നപ്പോൾ വചനവും പരിശുദ്ധാത്മാവും അഗസ്റ്റിനിൽ പ്രവർത്തിച്ചു. അഗസ്റ്റിൻ വിശുദ്ധ അഗസ്റ്റിനായി മാറി. നമ്മുടെയൊക്കെ മക്കൾ ബൈബിൾ തുറന്നു വയ്ക്കുമ്പോൾ ദൈവത്താൽ സ്പർശിക്കപ്പെടണമെങ്കിൽ മാതാപിതാക്കളായ നമ്മൾ പ്രാർത്ഥിക്കുന്നവരായി തീരണം. എനിക്ക് ഡോക്ടറായ ഒരു സ്നേഹിതനുണ്ട്. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സ്നേഹിതൻ കൊടുത്ത പോക്കറ്റ് ബൈബിൾ, അതിൽ യോഹന്നാൻ്റെ സുവിശേഷം വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ മെഡിക്കൽ കോളേജിൻ്റെ ഹോസ്റ്റലിൽ വെച്ച് എൻ്റെ സ്നേഹിതൻ പുതിയ സൃഷ്ടിയായി മാറി. യേശു ക്രിസ്തുവിൻ്റെ പുതിയ ജനനത്തിൻ്റെ അനുഭവം അദ്ദേഹത്തിനുണ്ടായി. ഇന്ന് അദ്ദേഹം അനേകരെ യേശു ക്രിസ്തുവിലേക്ക് നയിക്കുന്ന ഒരു ഡോക്ടറാണ്. ദർശനപരങ്ങളും പ്രവചനപരങ്ങളും അദ്ദേഹത്തിൽ പ്രവർത്തിക്കുന്നു. എങ്ങനെയാണ് സംഭവിച്ചത്? ആരോ ജന്മദിന സമ്മാനമായി കൊടുത്ത ഒരു പോക്കറ്റ് ബൈബിളിൽ യോഹന്നാൻ്റെ സുവിശേഷം വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ മെഡിക്കൽ കോളേജിലെ ഹോസ്റ്റൽ മുറിയിൽ വെച്ച് ആ അക്രൈസ്തവനായ ചെറുപ്പക്കാരൻ യേശു ക്രിസ്തുവിൻ്റെ ജീവനാൽ നിറയപ്പെട്ട് പുതിയ സൃഷ്ടിയായി മാറി. ഉന്നതത്തിൽ നിന്ന് നിങ്ങൾ വീണ്ടും ജനിക്കണം, അല്ലെങ്കിൽ നീ ദൈവരാജ്യം കാണുകയില്ല. ജലത്താലും ആത്മാവിനാലും ജനിക്കുന്നില്ലെങ്കിൽ എന്താണ് ഈ ജലം? പ്രിയപ്പെട്ടവരെ, ഈ ജലമെന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ് വ്യക്തമാക്കി തരുന്നു. ദൈവത്തിൻ്റെ വചനമാണിത്. കാരണം ഇത് ആത്മാവിൻ്റെ ലോകത്തെ പറ്റിയാണ് സംസാരിക്കുന്നത്. ഇത് ശരിക്കും പുറമേയുള്ള കാര്യമല്ല, ആത്മീയ ലോകത്തിലെ കാര്യമാണ്. അത് അദൃശ്യമായ കാര്യങ്ങളാണ്. അത് മറ്റൊരു ലോകത്തിലെ കാര്യമാണ്. ഇവിടെ വചനവും
പരിശുദ്ധാത്മാവുമാണ് പറയുന്നത്. ചിലർ വീണ്ടും ജനിക്കുന്നത് ഏത് സമയത്താണെന്നറിയാമോ? ഒരു കൗൺസിലിംഗ് ശുശ്രൂഷയിൽ, വരദാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ശുശ്രൂഷയിൽ, ദർശനങ്ങളും പ്രവചനങ്ങളും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള വ്യക്തിപരമായ കൗൺസിലിംഗ് ശുശ്രൂഷയിൽ, അല്ലെങ്കിൽ സ്പിരിച്വൽ ഷെയറിംഗ് ശുശ്രൂഷയിൽ ചില വ്യക്തികൾ പുതിയ സൃഷ്ടികളായിത്തീരുന്നു. ഞാൻ ഓർക്കുന്നു, ഒരിക്കൽ ഞാൻ ഒരു ഗ്രാമത്തിലെ പള്ളിയിൽ ഒരു വൈകുന്നേരത്തെ സായാഹ്ന കൺവെൻഷൻ നടത്തുകയാണ്. അപ്പോൾ പകൽ സമയത്ത് എൻ്റെ കൂടെ സഹായിക്കാൻ വരുന്ന ശുശ്രൂഷകർ അവിടെ കൗൺസിലിംഗ് ശുശ്രൂഷ നടത്തിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ അവിടെ സ്പിരിച്വൽ ഷെയറിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 12 വർഷമായിട്ട് പള്ളി പോകാത്ത ഒരു യുവാവ് എന്താണ് സംഭവിക്കുന്നറിയാൻ അവിടെ വന്നു ചേർന്നു. അവൻ ആ ശുശ്രൂഷയിൽ വരദാനങ്ങൾ ഉണ്ടായിരുന്ന എൻ്റെ കൂടെ ഉണ്ടായിരുന്ന സഹോദരൻ അത്ഭുതകരമായി അവൻ്റെ ജീവിതത്തിലെ കാര്യങ്ങൾ വെളിപ്പെടുത്തിയപ്പോൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് യേശുവിന് ഹൃദയം തുറന്നു കൊടുത്തുകൊണ്ട് ആ ചെറുപ്പക്കാരൻ വീട്ടിലേക്ക് പോയി. അന്ന് വൈകുന്നേരത്തെ സായാഹ്ന കൺവെൻഷനിൽ 27 കൊല്ലമായിട്ട് പള്ളി വരാതിരുന്ന ഈ ചെറുപ്പക്കാരൻ്റെ പിതാവ് ധ്യാനത്തിൽ സംബന്ധിക്കാനായിട്ട് വന്നു. യേശു ക്രിസ്തുവിന് ഹൃദയം തുറന്നു കൊടുത്ത്. കാണുക പ്രിയപ്പെട്ടവരെ, ദർശന പ്രവചന വരങ്ങൾ സത്യസന്ധമായി ഉപയോഗിക്കുന്ന, നന്നായിട്ട് ദൈവം പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മക്കൾ സഭയിലുണ്ട്. ദൈവത്തിൻ്റെ കൃപ ലഭിച്ചവർ. അവരുടെ ശുശ്രൂഷയിൽ അനേകർ വീണ്ടും ജനന അനുഭവത്തിലേക്ക് കടന്നു വരുന്നു. രോഗശാന്തി ദൈവം ചെയ്യുമ്പോൾ ചിലർ പുതിയ സൃഷ്ടികളായി മാറുന്നു, വീണ്ടും ജനന അനുഭവത്തിലേക്ക് കടന്നു വരുന്നു. കുറച്ചാഴ്ചകൾക്ക് മുമ്പ് സൺഡേ ശാലോം പത്രത്തിൽ ഒരു അനുഭവ സാക്ഷി ഞാൻ വായിച്ചു തോർക്കുന്നു. ഒരു മനുഷ്യൻ തൻ്റെ ഗ്രാമത്തിലെ തളർവാദ രോഗിയായ ചേട്ടനുമായി ബഹുമാനപ്പെട്ട ജോർജ് പനക്കലച്ചൻ നയിക്കുന്ന ഡിവൈനിലെ വലിയൊരു ധ്യാനത്തിൽ പങ്കെടുക്കാൻ പോവുകയാണ്. വർഷങ്ങൾക്ക് മുമ്പാണ്, 1990-കളിലാണെന്ന് തോന്നുന്നു. ഏതാണ്ട് 6000-ഓളം പേര് പങ്കെടുക്കുന്ന ധ്യാനം. ബഹുമാനപ്പെട്ട പനക്കലച്ചൻ ധ്യാനം നയിക്കുകയാണ്. ഈ ചെറുപ്പക്കാരൻ ധ്യാനത്തിൽ സമ്മതിക്കാതെ ഉഴപ്പിയടിച്ച് നടക്കുകയാണ്. സമയാസമയത്ത് പോയി ആഹാരം കഴിക്കും, രാത്രി നന്നായിട്ട് കിടന്ന് ഉറങ്ങും, ധ്യാന ഹോളി വന്നിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കും, ബാക്കി സമയത്ത് ഉറങ്ങും. ധ്യാനത്തിൻ്റെ 4ാമത്തെ ദിവസം അദ്ദേഹം, ഈ ചെറുപ്പക്കാരൻ പറയാണ്, അദ്ദേഹം ആഹാരം കഴിച്ചുകൊണ്ട് വരുമ്പോൾ ഒരു വലിയ ബഹളം കേട്ടു. ഈ ബഹളം എന്താണെന്ന് അറിയാൻ അദ്ദേഹം ചെന്നപ്പോൾ പുരുഷന്മാരുടെ കിടപ്പ് രോഗികൾ കിടക്കുന്ന സ്ഥലത്താണ് ബഹളം. എന്താണെന്ന് അറിയാൻ അദ്ദേഹം ചെന്നപ്പോൾ അദ്ദേഹം ഒരു കാഴ്ച കണ്ടു. താൻ വണ്ടിയിൽ കയറ്റിക്കൊണ്ടുവന്ന തൻ്റെ നാട്ടിലെ ചേട്ടൻ, തളർവാദ രോഗിയായ ചേട്ടൻ, കിടക്കയിൽ എഴുന്നേറ്റ് 2 കൈയും വീശി യേശുവേ എന്ന് വിളിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ഈ കാഴ്ച കണ്ട് ജനങ്ങളെല്ലാം കിടന്ന് നിലവിളിക്കുകയാണ്. ഇത് കണ്ട ചെറുപ്പക്കാരൻ, 4 ദിവസം വചനം കേട്ടിട്ടും മാനസാന്തരപ്പെടാത്ത ഈ ചെറുപ്പക്കാരൻ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിന്റെ വരാന്തയിൽ മുട്ടുകുത്തി നിന്ന് ഉച്ചത്തിൽ നിലവിളിച്ചു, യേശുവേ ഞാൻ പാപിയാണ്, എൻ്റെ മേൽ കരുണയായിരിക്കണമേ. അവൻ പുതിയ സൃഷ്ടിയായി. അവൻ പുതിയ സൃഷ്ടിയായി. യേശുവിൻ്റെ വചനവും യേശുവിൻ്റെ ആത്മാവും അവനിൽ പ്രവർത്തിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അഭിഷേകമുള്ള പാട്ട് കേൾക്കുമ്പോൾ ബഹുമാനപ്പെട്ട ഷാജി തുമ്പച്ചെറിലച്ചൻ നമ്മുടെ സഭയ്ക്ക് എന്തൊരു അനുഗ്രഹമാണ്. 10,000-ത്തിലധികം പാട്ടുകൾ, 20,000-ത്തിലധികം പാട്ടുകൾ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുകയാണെ ഈ ഗാനങ്ങൾ. അതുപോലെ ഒരുപാട് മക്കൾ ഇന്ന് പാട്ടെഴുതുന്നുണ്ട്, അഭിഷേകം നിറഞ്ഞ്. ഗാനങ്ങൾ കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിക്കുന്നു. പാട്ട് കേട്ട് മാത്രം എത്രയോ വ്യക്തികൾ മാനസാന്തരപ്പെട്ടിരിക്കുന്നു. അഭിഷേകമുള്ള പുസ്തകം വായിക്കുമ്പോൾ എത്രയോ വ്യക്തികൾ മാനസാന്തരപ്പെടുന്നു. നമുക്ക് പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട ബ്രദർ ബെന്നി പുനത്ര എഴുതിയ കൃപയുടെ നീർച്ചാലുകൾ നിലവിളി കേൾക്കുന്ന ദൈവം എന്നീ 2 പുസ്തകങ്ങൾ അനേക പാപികളുടെ പുതുജനനത്തിന് കാരണമായി തീർന്നു. ആ പുസ്തകം വായിച്ച് ഒരുപാട് പേർ യേശുവിനെ അറിയാനായിട്ടിടയായി തീർന്നു. ശാലോം ടെലിവിഷനിലൂടെ എത്രയോ വ്യക്തികൾ യേശുവിനെ അറിയാനായിട്ടിടയായി തീർന്നു. ഒരുപക്ഷെ ഒരു ധ്യാന കേന്ദ്രത്തിൽ പോയി ധ്യാനം കേൾക്കാൻ ഭാഗ്യം കിട്ടാത്തവർ, ചില പ്രത്യേക സാമൂഹിക പശ്ചാത്തലത്തിൽ കാരണങ്ങളാൽ ഒരിക്കലും ഒരു യേശുവിൻ്റെ ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ അനുവാദം കിട്ടാത്തവർ, അവർ ശാലോം ടെലിവിഷൻ അവരുടെ ഭവനങ്ങളിൽ നിന്ന് കാണുമ്പോൾ ദൈവത്തിൻ്റെ വചനം അവരിൽ പ്രവർത്തിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇത് പരിശുദ്ധാത്മാവിൻ്റെ കാലഘട്ടമാണ്. ഇത് പരിശുദ്ധാത്മ തങ്കപ്രാവ് ചിറകടിച്ച് ലോകം മുഴുവൻ പറക്കുന്ന കാലഘട്ടമാണ്. യേശുവിൻ്റെ 2ാമത്തെ വരവിന് മുമ്പായി ആഗോള വ്യാപകമായി പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രവൃത്തി ഉണ്ടാകുമെന്ന് വിശുദ്ധ ഫ്രാൻസിസ് അസീസി എന്ന മഹാവിശുദ്ധൻ പ്രവചിച്ചിട്ടുണ്ട്. അതിലൂടെ അനേകരെ കർത്താവിൻ്റെ രാജ്യത്തിലേക്ക് പരിശുദ്ധാത്മാവ് കൊണ്ടുവരും. എങ്കിലും അത് കണ്ടിട്ടും അനേകർ വിശ്വാസം സ്വീകരിക്കാതെ മാറി നിൽക്കും. കാരണം യേശു പറഞ്ഞു, മനുഷ്യപുത്രൻ ഭൂമിയിൽ വരുമ്പോൾ വിശ്വാസം കണ്ടെത്തുമോ? എല്ലാം കണ്ടാലും മാറി നിൽക്കുന്നവരുണ്ട്, പക്ഷേ യേശുവിൻ്റെ അനുഭവത്തിലേക്ക് കടന്നു വരുന്നവർ അനേകരുണ്ടാവുക തന്നെ ചെയ്യും. പരിശുദ്ധാത്മാവ് കൊയ്ത്തിൻ്റെ യജമാനനാണ്. എന്നെ നിങ്ങളെ ദൈവം വിളിക്കുന്നു. ഇന്ന് വചനം തിരുവചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ വീണ്ടും ജനന അനുഭവത്തിലേക്ക്, പുതിയ സൃഷ്ടിയാകുന്ന അനുഭവത്തിലേക്ക് കടന്നു വരാതെ ജഡിക മനുഷ്യനായി ഞായറാഴ്ച ക്രിസ്ത്യാനിയായി മാത്രം ജീവിച്ചിട്ട് തിങ്കൾ മുതൽ ശനി വരെ ലോകത്തിൻ്റെ മനുഷ്യനായി ജീവിക്കുന്ന വ്യക്തിയാണെങ്കിൽ യേശുവിനോട് പറ, യേശുവേ ഞാൻ പാപിയാണ്, അങ്ങയുടെ പരിശുദ്ധ രക്തം കൊണ്ട് എന്നെ കഴുകണമേ. അങ്ങ് എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ പാപങ്ങൾ ഏറ്റെടുത്ത് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് വേണ്ടി അങ്ങ് മരിച്ചു ഞാൻ വിശ്വസിക്കുന്നു. അങ്ങ് ഉയർത്തെഴുന്നേറ്റ് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ ഹൃദയത്തിലേക്ക് എൻ്റെ രക്ഷകനും കർത്താവുമായി വരണമേ. ഞാൻ ഈ നിമിഷം മുതൽ അങ്ങയുടേത് മാത്രമാണ്. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന.